ഓക്കെ, ഓണത്തിന് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ CuSO4 എന്ന് പറയുന്ന ലായനിയിൽ ഒരു സിങ്കാണി മുക്കി. സിങ്കാണി മുക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? സിങ്കാണി എന്താണിയായിട്ട് മാറി? ഉണ്ടായ മാറ്റം ചെമ്പാണിയായിട്ട് മാറി. ഓക്കെ, അങ്ങനെ സിങ്കാണി ചെമ്പാണിയായിട്ട് മാറി. ഒപ്പം CuSO4 എന്ന് പറയുന്ന ലായനി, CuSO4 എന്ന് പറയുന്ന ലായനി ഒരു നീല കളറിലുള്ള ലായനിയാണ്. ഇതിലേക്ക് നമ്മൾ സിങ്കാണി മുക്കുമ്പോൾ സിങ്കാണിയുടെ നിറം മാറുന്നു. അതിനോടൊപ്പം തന്നെ അത് സിങ്കാണി ചെമ്പാണിയാകുന്നു എന്നതിനോടൊപ്പം തന്നെ ഈ ലായനിയുടെ നീല നിറം അല്പാൽപമായിട്ട് ഫെയ്ഡ് ആവുകയും ചെയ്യും. അതായത് നീല കളർ ഇല്ലാതെയാവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് നീല കളറാണ്, ആ കളർ മാറുകയും ചെയ്യും. അപ്പോ ഇത് ചെമ്പാവുകയും ഇതിന്റെ നീല കളർ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോ ആ നീല കളർ എന്തിന്റെ കളറായിരിക്കും ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? ആ നീല കളർ ഇല്ലാതെയായി, എന്നിട്ട് സിങ്കാണി ചെമ്പാണിയായി. ഇവിടെ സംഭവിച്ച പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് വന്നു, സിങ്കിന്റെ സ്ഥാനത്തേക്ക് ആര് പോയി? കോപ്പർ വന്നു അല്ലെ? അതായത് കോപ്പറിന്റെ സ്ഥാനം CuSO4 നിന്ന് കോപ്പർ നീങ്ങി. കോപ്പർ നീങ്ങിയപ്പോൾ നീല കളർ അല്ലാതെയായി, കളറില്ലാതെയായി. അപ്പൊ നീല കളർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അപ്പൊ എന്തിന്റെ കളറായിരിക്കും? എന്തിന്റെ നിറമായിരിക്കും? ഏതിന്റെയാ? സിങ്കാണോ? സിങ്കാണോ നീല കളർ എന്ന് പറഞ്ഞാൽ? അങ്ങനെയാണോ ഇപ്പൊ പറഞ്ഞത്? കോപ്പറിന്റെ നിറമാണ് നമുക്ക് അതായിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ പ്രവർത്തനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ സംഭവിച്ച പ്രവർത്തനം? സിങ്ക് എന്ന് പറയുന്നത് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതാണ്. അങ്ങനെയുള്ള സിങ്ക് വളരെ പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുത്തു. ആർക്ക് കൊടുത്തു? കോപ്പറിന് കൊടുത്തു. അതായത് സിങ്കും CuSO4 തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ എന്തായി? കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് വന്നു. അപ്പൊ എന്തെഴുതുക? ZnSO4. സിങ്കിന്റെ സ്ഥാനത്തേക്ക് കോപ്പർ വന്നു. ഇങ്ങനെയല്ലേ ആ പ്രവർത്തനം എഴുതുക നമ്മള്? Cu plus CuSO4, Zn plus CuSO4 gives ZnSO4 plus എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. അതായത് ഇവിടെ സിങ്കിൽ നടന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, സിങ്ക് നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതായത് Zn2+ ആയി. Zn എന്ന് പറയുന്നത് ആറ്റമായിരുന്നു. ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഈ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് 2+ ആണ്. പോസിറ്റീവ് ചാർജ് +2 അല്ലെങ്കിൽ 2+ ആണെന്ന് പറയുന്നത്. ഇപ്പൊ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് കാണിക്കുന്നത് ഇങ്ങനെയാണ്. പ്ലസ് ഇട്ടിട്ട് 2 ഈ മൈനസ് എന്ന് കാണിക്കും. ഇനി ആ 2 ഇലക്ട്രോൺ കിട്ടുന്നത് ആർക്കാ? കോപ്പറിനാണ്. അതായത് CuSO4 എന്ന് പറയുന്ന ലായനിയിൽ Cu എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 ഇലക്ട്രോണിനെ കോപ്പറിന് നൽകിയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ്. ആ 2 ഇലക്ട്രോൺ ഇവിടെ കോപ്പർ സിങ്കിന്റെ കയ്യിൽ നിന്നും, കോപ്പറിന് ഇലക്ട്രോൺ ലഭിക്കുന്നത് സിങ്കിന്റെ കയ്യിൽ നിന്നാണ്. 2 ഇലക്ട്രോൺ ലഭിക്കുന്നു. അങ്ങനെ കോപ്പർ എന്തായിട്ട് മാറുന്നു? 2+ എന്ന് പറയുന്നത് അവിടെ ഇല്ലാതെയാവുകയും Cu മാത്രമാവുകയും ചെയ്തു. അതായത് സിങ്ക് എന്ന് പറയുന്ന ഈ ആറ്റം ചാർജുള്ള ആറ്റമായിട്ട് മാറി. അതേപോലെ കോപ്പർ എന്ന് പറയുന്ന ചാർജുള്ള ആറ്റം ചാർജ് ഇല്ലാത്ത ആറ്റമായി മാറി. എന്താ കേട്ടില്ല? ബോർഡ് കാണാൻ ചെയ്യും. പ്രസന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ പ്രസന്റ് ചെയ്തു എന്നുള്ള ധാരണയല്ലേ? ഓക്കെ, ഇപ്പൊ കാണാനുണ്ടോ ബോർഡ്?
ഓക്കെ. ഞാനിവിടെ എഴുതിയത് വരച്ചത് ഇത് അന്ന് വരച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? സിങ്കാണി മുക്കിയപ്പോൾ സിങ്കിന്റെ സ്ഥാനത്തേക്ക് CU വന്നു. അതെങ്ങനെ എഴുതുക? Zn plus Cu SO4 gives കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് വന്നു. അപ്പൊ എന്താ എഴുതി? Zn SO4 എന്നിട്ട് പ്ലസ് എന്ന് എഴുതി. Cu എന്ന് പറയുന്നത് കോപ്പറിന്, അപ്പൊ Cu വേർപെട്ടു, പ്ലസ് Cu എഴുതി. ഇനി സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ പോയ കാര്യം നമ്മൾ എങ്ങനെ അവതരിപ്പിക്കും? സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ സിങ്ക് എന്ന് പറയുന്നത് ഇലക്ട്രോൺ എല്ലാതുമുള്ള ഒരു ആറ്റമായിട്ട് ഇവിടെ നമ്മൾ എഴുതുന്നു. 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ സിങ്കിന്റെ മീതെ നമ്മൾ 2+ എന്ന് എഴുതണം. അതായത് ഈ സിങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പോസിറ്റീവ് 2 ചാർജ് ഉള്ള ഒരു ആറ്റമാണ്. അതാണ് Zn 2+ എന്ന് എഴുതുന്നത്. 2 ഇലക്ട്രോൺ പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ എഴുതി +2e മൈനസ്, അതായത് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ഇനി ഇലക്ട്രോൺ ഇവിടെ സിങ്കിന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്നത് ആർക്കാണ്? ഒരു സംശയം വേണ്ട, സിങ്കിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നത് ആരാണ്? കോപ്പറാണ്. കാരണം കോപ്പർ SO4 വിട്ടുപോകണമെങ്കിൽ കോപ്പറിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇലക്ട്രോൺ എന്താണോ അത് ആർക്ക് നൽകിയാൽ മതി? അത് കോപ്പറിന് നൽകിയാൽ മതി. കോപ്പറിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയത് കോപ്പറിന് തിരിച്ചു കൊടുക്കുക. അതിവിടെ ആര് തിരിച്ചു കൊടുക്കുന്നു? സിങ്ക് കൊടുക്കുന്നു. അപ്പൊ കോപ്പറിന് 2 ഇലക്ട്രോൺ കിട്ടി, അത് ഇതാ ഇവിടെ കാട്ടിയിരിക്കുന്നു. അതായത് കോപ്പർ CuSO4 കൂടെ ഉള്ള Cu എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട Cu ആണ്. ആ Cu ഇതാ നമ്മളിവിടെ കാട്ടിയിരിക്കുന്നു, Cu2+. അതിന്റെ കൂടെ സിങ്കിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോൺ കൂട്ടിച്ചേർത്തു. അപ്പോ Cu എന്ന് പറയുന്ന ചാർജ് ഉള്ള ആറ്റം എന്തായിട്ട് മാറി? ചാർജ് ഇല്ലാത്ത ആറ്റായിട്ട് മാറി. Cu2+ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ആറ്റം. Cu എന്ന് പറഞ്ഞാലോ? പറയൂ, Cu എന്ന് പറഞ്ഞാൽ എന്താ? Cu2+ എന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ആറ്റം. കേൾക്കണില്ലേ നിങ്ങക്ക്? സിഗ്നലിന് പ്രശ്നമുള്ള ആൾക്കാര് രാവിലെ നമ്മൾ 5 മണിക്ക് ക്ലാസ് വയ്ക്കുന്നുണ്ട് കേട്ടോ. 5 മണിക്ക് സിഗ്നലിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ രാവിലെ കയറാനായിട്ടൊന്ന് ശ്രമിക്കുക. 5 മണിക്ക് ക്ലാസ് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ. 5 മണിക്ക് ഉണ്ടായിരുന്നു ക്ലാസ്. 5 മണി തൊട്ടിട്ട് ഒരു 6:15 വരെ ഉണ്ടായിരിക്കും ക്ലാസ് കേട്ടോ. അപ്പൊ ആ നേരത്ത് കയറാം. അപ്പോ Cu2+ എന്ന് പറഞ്ഞാൽ Cu എന്ന് പറയുന്നത് ഇവിടെ ചാർജ് ഉള്ള ആറ്റമാണ്. വെറും Cu എന്ന് പറഞ്ഞാലോ? അപ്പൊ ഇതെന്താ? ചാർജ് ഉള്ള ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് അയോൺ. എന്താ ഈ ആറ്റത്തിനെ? ചാർജ് ഉള്ളതിനെ എന്താ വിളിക്കുക? ഒരു ആറ്റത്തിന് ചാർജ് കിട്ടിയാൽ പിന്നെ അതിനെ ആറ്റം എന്ന് വിളിക്കാൻ പാടില്ല. ആറ്റം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചാർജ് ഉള്ള ആറ്റം എന്ന് വിളിക്കണം. അല്ലെങ്കിൽ അതിനെ എന്തെന്ന് പേരിടാം? അയോൺ. അപ്പൊ ഇത് പോസിറ്റീവ് അയോൺ ആണ്. അപ്പൊ സിങ്ക് എന്ന് പറയുന്ന ആറ്റം ഇവിടെ അയോണായി മാറിയപ്പോൾ കോപ്പർ എന്ന് പറയുന്ന അയോൺ എന്തായി മാറി? ആറ്റമായി മാറി. ആ ആറ്റം സിങ്കാണിയിൽ പോയി പറ്റി പിടിച്ചു. അങ്ങനെയാണ് സിങ്കാണി എന്തായിട്ട് മാറിയത്? കോപ്പറാണിയായിട്ട് മാറിയത് അല്ലെ? കോപ്പറാണിയായിട്ട് മാറിയത്. ഇനി ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കാരണം വേറൊന്നുമല്ല, കോപ്പറിനേക്കാൾ വളരെ വേഗത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള ആളാണ് ആര്? സിങ്ക്. അതാണ് കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് വരാനുള്ള കാരണം. അതായത് കോപ്പർ ആണോ സിങ്ക് ആണോ പെട്ടെന്ന് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുക? സിങ്ക് ആണ്. അപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ക്രമീകരിച്ചു. അതിനൊരു പേരും നമ്മൾ ഇട്ടു. എന്തായിരുന്നു അതിന്റെ പേര്? റിയാക്ടിവിറ്റി സീരീസ്. ഓർമ്മണ്ടോ അത്? ഓർമ്മയുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് അല്ലെ? ക്രിയാശീല ശ്രേണി എന്നാണ് അല്ലെ? അത് നമ്മൾ ബുക്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഏതാ? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, അങ്ങനെ അങ്ങനെ വരുന്നത്. അപ്പൊ ഇതില് ഇലക്ട്രോൺ കൊടുക്കുന്ന ആളാര്? ഇതിൽ ഇലക്ട്രോൺ കൊടുത്ത ആളാര്? സിങ്ക് ആണോ കോപ്പർ ആണോ കൊടുത്തത്? സിങ്ക്. അപ്പോ സിങ്കിൽ നടന്ന പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? സിങ്കിൽ നടന്ന പ്രവർത്തനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ അല്ലെ? ഓക്സീകരണം. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ.
അപ്പൊ കോപ്പറിൽ നടന്ന പ്രവർത്തനം, കോപ്പർ എന്താ ചെയ്തത്? കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങി. അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്താ? വിളിക്കുന്ന പേരെന്താ? റിഡക്ഷൻ. ശരിയല്ലേ? ഓക്കെ. അപ്പോ സിങ്കിൽ നടന്ന പ്രവർത്തനം ഓക്സിഡേഷൻ ആണെങ്കിൽ കോപ്പറിൽ നടന്ന പ്രവർത്തനം എന്താകുന്നു? റിഡക്ഷൻ അല്ലെ? കോപ്പറിൽ നടന്ന പ്രവർത്തനം എന്താകുന്നു? റിഡക്ഷൻ ആകുന്നു. അതായത് ഇവിടെ സിങ്കിന്റെ സ്ഥാനത്തേക്ക് അല്ല, കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് പോയി. ആ പ്രവർത്തനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിഡേഷൻ. സോറി, എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്നതിനെ വിളിക്കുക നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ ഓക്കെ, എന്താ വിളിക്കുക നമ്മൾ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ബാക്കി പറയട്ടെ ഞാൻ എന്നാ? ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മളാണ് കടക്കണം കേട്ടോ. നോക്കൂ, അപ്പോ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോ ഇതനുസരിച്ച് നമ്മൾ ഒരു ഓക്സിഡൈസിങ് ടേബിള് നമ്മൾ ഉണ്ടാക്കി. അതായത് ക്രിയാശീലം നടക്കുന്നതിന്റെ അടിസ്ഥാനം നമ്മൾ ആ ടേബിളിൽ കാണുന്ന ലോഹങ്ങളെ കുറിച്ച്, മെറ്റൽസിനെ കുറിച്ച് ഒന്നും കൂടി നമ്മുടെ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോ സിങ്ക് എന്ന് പറയുന്ന മൂലകം കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ലായനിയിൽ മുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ചില ലോഹങ്ങൾ വെറും വായുവിൽ പ്രവർത്തിക്കുന്ന ലോഹങ്ങളുണ്ട്. വെറും വായുവിൽ. ചിലതോ തണുത്ത വെള്ളത്തിൽ പ്രവർത്തിക്കും, ചിലതോ ചൂടുള്ള വെള്ളത്തിൽ, ചിലതോ ആസിഡിൽ മാത്രം പ്രവർത്തിക്കും. എന്നാൽ ഇവയൊന്നിനും പ്രവർത്തിക്കാത്ത ലോഹങ്ങളുണ്ട്. അപ്പൊ ക്രിയാശീലം പലതരത്തിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ശ്രേണിയായിട്ട് അവതരിപ്പിച്ചു. അതിനെയാണ് ക്രിയാശീല ശ്രേണി അഥവാ എന്താ പറഞ്ഞ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ റിയാക്ടിവിറ്റി സീരീസിൽ ആ ഉൾപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പുസ്തകത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നോക്കില്ലേ നിങ്ങൾ? ഓക്കെ, പേജ് നമ്പർ നമ്മളിതാ 48 പോവാണ് കേട്ടോ. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻ വിത്ത് വാട്ടർ. കണ്ടില്ലേ? ഒരു ഹെഡിങ് കണ്ടില്ലേ? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ലോഹങ്ങളുടെ വെള്ളവുമായുള്ള പ്രവർത്തനം, പ്രതിപ്രവർത്തനം നോക്കാം നമുക്ക്. എന്താണ് അതിൽ പറയുന്നത്? ഞാൻ ഒന്ന് വായിക്കാട്ടാ. നമുക്ക് അതിലത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയേ വേണ്ടോ? ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യങ്ങൾ ഞാൻ വായിച്ച് പറയാം. ശ്രദ്ധിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർക്കുക കേട്ടോ. Take 3 beakers having the same quantity of water. Take 3 beakers having same quantity of water. Take a piece of ഒരു മിനിറ്റ്.
നോക്കൂ, same quantity of water. Take pieces of sodium, magnesium, and a copper of same size. എന്നിട്ട് and drop each one to each beaker. ഓരോന്നും, അതായത് നമ്മളോട് പറഞ്ഞത് 3 പാത്രത്തിൽ വെള്ളമെടുത്ത്, ഒരേ അളവിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് സോഡിയവും മഗ്നീഷ്യവും കോപ്പറും, അതായത് 3 പീസ് എടുത്തിട്ട് ഒരേ അളവിലെടുത്തിട്ട് ആ 3 പാത്രത്തിലുള്ള വെള്ളത്തിലേക്കും ഇടാനാണ് പറയുന്നത്. ഒബ്സർവ് ദ റിയാക്ഷൻ. അത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് മെറ്റൽ റിയാക്ട് വിഗറസ്ലി? നമ്മളിത് പരിശോധന, അതായത് നമ്മൾ പരീക്ഷിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഉത്തരമാണ് കേട്ടോ. പക്ഷെ ഇവിടെ പരീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് ഞാൻ കാണിച്ചു തന്നു. ഇനി അതല്ല, ക്ലാസ്സിൽ സ്കൂളിൽ ചിലപ്പോൾ ഒരു പക്ഷേ സോഡിയത്തിന്റെ പ്രവർത്തനമൊക്കെ കാണിച്ചതുണ്ടാവും. വെള്ളത്തിലിട്ടാൽ ഓടിക്കളിക്കും അല്ലേ, പുകഞ്ഞുകൊണ്ട് ഓടിക്കളിക്കുന്ന ഒരു മെറ്റലാണ് ഇത്. ഏതാ? പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയ സാധനങ്ങൾ അല്ലേ? ഇതില് അപ്പൊ ഏതാണ് സോഡിയം, മഗ്നീഷ്യം, കോപ്പർ? ഇതിൽ ഏതാണ് വിഗറസ് ആയിട്ട്, തീവ്രമായിട്ട് പ്രതിപ്രവർത്തിക്കുക? സോഡിയം. അപ്പൊ അത് എഴുതി, അതിന്റെ നേരെ നമ്മൾ എഴുതി ഉത്തരം സോഡിയം. എഴുതിക്കോട്ടാ, സോഡിയം. ഇനി വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ? അവിടെ ഒരു വാതകം രൂപപ്പെടും, ഒരു പുക വരും. എന്താണ് ആ പുക? എന്താണത്? സാധാരണ ജലവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്ത്? ജലത്തിൽ എന്താണങ്ങിയിരിക്കുന്നത്? ജലം എന്ന് പറയുന്നത് H2O. അപ്പൊ ജലത്തിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ളതാണ്, ഹൈഡ്രജൻ ആണത്. ജലത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സാധനം ഏതാ? ഹൈഡ്രജൻ അല്ലെ? എന്താ ഹൈഡ്രജൻ ഉണ്ടാകുന്നതിന്റെ ഇക്വേഷൻ എന്താ? സോഡിയം ഹൈഡ്രജനുമായി ചേരുന്നു. അപ്പോ Na പ്ലസ് ഹൈഡ്രജൻ അല്ല, സോറി, ജലവുമായിട്ട് H2O. അപ്പൊ ഉണ്ടാകുന്നത് എന്താ? എന്നിട്ടുണ്ടാവുക സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH പ്ലസ് ഹൈഡ്രജൻ അല്ല, ഇതെല്ലാം ഉണ്ടാവുക. ഓക്കെ, ബോർഡ് കാണിക്കാം, നോക്കൂ. ഇതാ സോഡിയം ജലവുമായി പ്രവർത്തിക്കുന്നത്, സോഡിയം പ്ലസ് H2O ഗീവ്സ് ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെ എഴുതും? NaOH. ഹൈഡ്രജൻ എന്താ? H2. അതല്ലേ? ഇതെല്ലാം ഉണ്ടാവുക. ഇതൊന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ സോഡിയം ഒരെണ്ണം, ഇവിടെ സോഡിയം ഒരെണ്ണം. പക്ഷെ H ഇവിടെ 2 ഉള്ളൂ, ഇവിടെ H 1, 2, 3 ഉണ്ട്. എണ്ണം നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ, നോക്കൂ, സോഡിയം അപ്പൊ 2 അപ്പോ ഇവിടെ ഈ സോഡിയത്തിന് മുൻപിൽ 2 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ 2, ഇവിടെ 2. ഇവിടെ O എത്രയാ? അത് ഇതേപോലെ കറക്റ്റ് ചെയ്യാനായിട്ട്, O 2 ആക്കാനായിട്ട് ഇവിടെയും ഒരു 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പോ 2 സോഡിയം, 2 സോഡിയം, 2, 2, 4 ഹൈഡ്രജൻ അല്ലെ? 4 ഹൈഡ്രജൻ. ശരിയല്ലേ? 2 ഹൈഡ്രജൻ ഇവിടെ 2 പിന്നെ ഓക്സിജനോ 2, ഇവിടെ ഓക്സിജൻ 2 അല്ലെ? 2NaOH. ശരിയല്ലേ? ഇതാണ് അതിന്റെ പ്രവർത്തനത്തിന്റെ ഇക്വേഷൻ. അതൊന്ന് എഴുതി വെച്ചോളൂ അവിടെ. കണ്ടാ? അതിന്റെ പ്രവർത്തനം എഴുതാൻ പറഞ്ഞില്ല, പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതാൻ പറഞ്ഞില്ല. കണ്ടില്ലേ? അവിടെ അത് എഴുതി വെക്കാം. എഴുതി തന്നുണ്ടാ? സ്കൂളിൽ എഴുതി തന്നുണ്ടാ? എഴുതി തന്നുണ്ടെങ്കിൽ അത് എഴുതിയാലും മതി. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ സ്കൂളിൽ എഴുതി തരാത്ത ആൾക്കാർ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി കേട്ടാ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ടീച്ചർ പറയണത് കേട്ട് എഴുതാ കേട്ടാ. എന്നോട് ചോദിക്കാൻ ചെയ്യാൻ വന്നിട്ട്. ഓക്കെ, ഇനി ഡ്രോപ്പ് മഗ്നീഷ്യം ആൻഡ് കോപ്പർ മെറ്റൽ ഇൻ ഹോട്ട് വാട്ടർ. ചൂടുള്ള വെള്ളത്തിൽ മഗ്നീഷ്യവും കോപ്പറും നമ്മളോട് ഇടാനാണ് പറയുന്നത്. ആൻഡ് ഒബ്സർവ് ദ ഡിഫറൻസസ് ഇൻ ദയർ റിയാക്ഷൻ. അപ്പൊ അതിന്റെ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താ വരിക? ടു എക്സ്പെരിമെന്റ് ആ ടേബിളിൽ എഴുതാനാണ് പറയുന്നത്. ഡ്രോപ്പ് മഗ്നീഷ്യം ആൻഡ് കോപ്പർ, അതായത് 2 മെറ്റൽ അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, മഗ്നീഷ്യവും കോപ്പറും.
സോഡിയത്തിന്റെ നേരെ ഹോട്ട് വാട്ടർ എന്നുള്ളിടത്തിൽ അവര് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേൾക്കണ്ടോ? സോഡിയം വളരെ വേഗത്തിൽ ഏതിൽ തന്നെ പ്രവർത്തിക്കുന്നു? വിഗറസ് ആയിട്ട് ഏതിൽ പ്രവർത്തിക്കുന്നു? പറയൂ. വാട്ടർ, കോൾഡ് വാട്ടർ. സോഡിയം ഇൻ കോൾഡ് വാട്ടർ എന്നുള്ളതിന്റെ അടിയിൽ നമുക്ക് എഴുതാം വിഗറസ്ലി, റിയാക്ട് വിഗറസ്ലി. മഗ്നീഷ്യോ കോൾഡ് വാട്ടറിൽ എങ്ങനെയാ? സ്ലോലി. അവിടെ എഴുതി വെക്ക അല്ലേ? തണുത്ത വെള്ളത്തിൽ സോഡിയം തീവ്രമായി പ്രവർത്തിക്കുന്നു, എന്നാൽ മഗ്നീഷ്യം പതുക്കെ പ്രവർത്തിക്കുന്നു. എന്നാൽ മഗ്നീഷ്യം ചൂടുവെള്ളത്തിലിട്ടാലോ? ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാട്ടാ. തൽക്കാലം ഇപ്പൊ നമുക്ക് പരീക്ഷിക്കാനുള്ള മാർഗമൊന്നുമില്ല, ഞാനപ്പോ പറയാം. അത് കേൾക്കുക നിങ്ങൾ. സോഡിയം നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടാൽ തീവ്രമായിട്ട് പ്രവർത്തിക്കും, പക്ഷെ മഗ്നീഷ്യം തണുത്ത വെള്ളത്തിലിട്ടാൽ തീവ്രമായി പ്രവർത്തിക്കില്ല. പക്ഷെ ചൂടുവെള്ളത്തിലിട്ടാലോ മഗ്നീഷ്യം അല്ലേ, ചൂടുവെള്ളത്തിലിട്ടാൽ നല്ല വേഗത്തിൽ പ്രവർത്തിക്കും. അപ്പൊ നമുക്ക് ചൂടുവെള്ളത്തിന്റെ ചൂട്ടില് മഗ്നീഷ്യത്തിന്റെ നേരെ എന്തെന്ന് എഴുതാം? റിയാക്ട് വിഗറസ്ലി എന്ന് എഴുതാം. കോപ്പറോ കോൾഡ് വാട്ടറിലിട്ടാലും ഹോട്ട് വാട്ടറിലിട്ടാലും. ഇപ്പൊ നമ്മള് ചെമ്പിന്റെ പാത്രത്തിലൊക്കെ വെള്ളം തിളപ്പിക്കാറുണ്ട് അല്ലെ? വീട്ടില് വല്ല കുഴപ്പമുണ്ടാവാറുണ്ടോ? റിയാക്ഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല. അപ്പൊ ചൂടുവെള്ളത്തിലിട്ടാലും തണുത്ത വെള്ളത്തിലിട്ടാലും കോപ്പർ റിയാക്ട് ചെയ്യാറില്ല. ഓക്കെ. അപ്പൊ വെള്ളവും ചില മെറ്റൽസും തമ്മിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. ഈ മെറ്റലുകൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ ഇപ്പൊ 3 മെറ്റലുകളാണ് പറഞ്ഞത്: സോഡിയം, മഗ്നീഷ്യം, കോപ്പർ. ഈ 3 മെറ്റലുകളില് റിയാക്ടിവിറ്റി കൂടിയത് ഏതാണ്? ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതില് സോഡിയം. നോക്കൂ, റിയാക്ടിവിറ്റി സീരീസിൽ സോഡിയം തന്നെയല്ലേ ഏറ്റവും മുകളിൽ ഈ 3 എണ്ണത്തില്. സോഡിയത്തിന്റെ മീതെ ആകെ ഒറ്റ മെറ്റലുള്ളൂ. ഏതാ മെറ്റൽ സോഡിയത്തിന്റെ മീതെ ഉള്ളത്? പൊട്ടാസ്യം അല്ലെ? വേറൊന്നുമില്ല. പൊട്ടാസ്യം. ഓക്കെ. അപ്പോ ഇനി വീണ്ടും അടുത്തത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. എയറുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന കാര്യം പറഞ്ഞത്. എയറുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ സാധാരണ അലുമിനിയ പാത്രം നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകി കളഞ്ഞ കഴുകി എടുക്കുന്ന സമയത്ത് നല്ല തിളക്കുണ്ടാവും. കുറച്ചു നേരം കഴിയുമ്പോൾ കാണാം അതൊന്ന് ചെറുതായിട്ട് മങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളിത്? നിങ്ങൾ പാത്രം കഴുകാറുണ്ടാ? പാത്രം കഴുകാറുണ്ട്. ഭാഗ്യം. കഴുകിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? അത് നന്നായിട്ട് അറിയാം. അപ്പൊ ഇടയ്ക്കൊന്ന് കഴുകുക, അപ്പൊ അറിയാം. എന്താണ് ആ കഴുകിയ വഴിക്ക് ഒരു തിളക്കുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അത് മങ്ങും. എന്താ അവിടെ സംഭവിക്കുന്ന മാറ്റം? എന്താ അവിടെ സംഭവിച്ചത്? അവിടെ എന്താണ്? അലുമിനിയം എന്ന് പറയുന്ന ലോഹം അല്ലേ? ഈ ലോഹം കഴുകുന്ന വഴിക്ക് നമ്മളിപ്പോ പ്രത്യേകിച്ച് ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില സ്ക്രബ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ നമ്മൾ കഴുകണമെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, നല്ല തിളക്കണ്ടായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് മങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം വായുവിലെ ഓക്സിജൻ, അതായത് നമ്മുടെ എയറുമായിട്ട്, അതായത് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ആവരണം അതിന്റെ മീതെ ഉണ്ടാവുക. ഇത് അലുമിനിയത്തിന് മാത്രമല്ല കേട്ടോ, എല്ലാ ലോഹങ്ങൾക്കും ഇത് ഉണ്ടാവാറുണ്ട്. കോപ്പറിനും ഉണ്ടാവാറുണ്ട്, ചെമ്പ് പാത്രങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ചെമ്പ് പാത്രം നമ്മള് അല്ലെ ഇടയ്ക്ക് വീട്ടിൽ പഴയ ചെമ്പ് പാത്രമൊക്കെ ഉണ്ടാകുമ്പോൾ പഴയ അമ്മാമ്മമാര്, പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ പാത്രം ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തേച്ച് അല്ലെ പളപളാന്ന് പറഞ്ഞിട്ട് തിളക്കത്തിലാക്കി വെക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ടാ? വീട്ടിൽ പഴയ പാത്രങ്ങൾ ഉണ്ടാവും, അമ്മാമ്മമാരുടെ അവരുടെ കാലത്തുള്ളതാവും. അപ്പൊ അവർക്ക് അതിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. അപ്പൊ അവരെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ തേച്ച് കഴുകും. അപ്പൊ നല്ല സ്വർണം തിളങ്ങണ പോലെ തിളങ്ങും. കണ്ടുണ്ടോ? അത് വീണ്ടും അത് കട്ടിലിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു. കുറെ കാലം കഴിയുമ്പോൾ വീണ്ടും അത് പഴയ പോലെ തന്നെ അതിന് ഒരു പച്ച കളർ വന്നിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും ഇങ്ങനെ ഉരച്ച് കഴുകും. വീണ്ടും ഇതിങ്ങനെ കുറെ ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ പാത്രം കാണില്ല. എന്ത് സംഭവിച്ചു പാത്രത്തിന്? അതന്നെ, തേച്ച് തീർന്നു അത്. അതന്നെ. അപ്പൊ ഈ പച്ച കളറിനെ നമ്മൾ എന്താ പറയാ?
ആ ക്ലാവ് പിടിക്കാന്ന് പറയും, പച്ച നിറത്തിനെ നമ്മൾ പറയും. കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ വായുവുമായിട്ടുള്ള സമ്പർക്കം ആണ് ഇവിടെ ഇതിനൊക്കെ കാരണം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഈ സംഗതി പഠിച്ചിട്ടുണ്ടേ. ഒരു ലോഹത്തിനെ നമ്മൾ ഒരച്ചാൽ, എവിടെയെങ്കിലും ഇട്ടിട്ട് ഒരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ലോഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, മുറിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരച്ച ഭാഗത്ത് ഒരു തിളക്കം ഉണ്ടാവും. ഈ തിളക്കത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? മെറ്റാലിക് ലെസ്റ്റർ എന്നാണ് പറയുക. പക്ഷെ മിക്കവാറും എല്ലാ ലോഹങ്ങളിലും ഈ മെറ്റാലിക് ലെസ്റ്റർ വായുവുമായി സമ്പർക്കം ഉണ്ടാകുന്ന നിമിഷം എന്ത് ചെയ്യും, ഇല്ലാതെയാവും. എന്നാൽ ലെസ്റ്റർ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു ലോഹമുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലോഹം. ഏതാ ലോഹം? ഗോൾഡ്. അതാണ് ഇഷ്ടമുള്ള ലോഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഗോൾഡ് തന്നെ അല്ലേ. മെറ്റാലിക് ലെസ്റ്റർ പെട്ടെന്ന് പോകാത്ത ഒരു തരം മെറ്റൽ അല്ലെ, മെറ്റീരിയൽ. അപ്പോ ഇതാ ഇവിടെ പറയുന്നുണ്ട്, ഫ്രഷ്ലി കട്ട് സർഫേസസ് ഓഫ് മെറ്റൽസ് വിൽ ഹാവ് എ ഷൈനി അപ്പിയറൻസ്. വോണ്ട് ദേ അല്ലെ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. മുറിച്ച ഒരു ലോഹം എടുത്ത് നമ്മൾ സ്വല്പം ഒന്ന് മുറിച്ചു അതിൻ്റെ ഒരു ഭാഗം, അപ്പൊ ഒരു തിളക്കണ്ടാവാറില്ലേ? ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെറ്റാലിക് ലെസ്റ്റർ. മലയാളത്തിൽ എന്താ പറയാ? ലോഹദ്യുതി എന്നാണ് തോന്നുന്നു. ആണോ? മലയാളികളുണ്ട് ആരെങ്കിലും? ലോഹദ്യുതി എന്നാണ് പേര്. ആ മെറ്റാലിക് ലെസ്റ്റർ ഇതാ, അത് കാണാനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട്. കട്ട് എ പീസ് ഓഫ് സോഡിയം യൂസിങ് നൈഫ്. സോഡിയം എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കത്തി കൊണ്ട് മുറിക്കാം. അങ്ങനെ മുറിക്കുമ്പോൾ ആ കട്ട് ചെയ്ത പോർഷന്റെ ഭാഗത്ത്, ഡോണ്ട് യു സീ ദാറ്റ് ഇറ്റ്സ് ഷൈനിങ് അല്ലെ? ആ ഷൈനിങ് കാണാം. പക്ഷെ ആ ഷൈനിങ്ങിന് എന്ത് സംഭവിക്കുന്നത്? ഫെയ്ഡ്സ് ആഫ്റ്റർ സം ടൈം. ആ ഷൈനിങ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മങ്ങിപ്പോകുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് ദ സോഡിയം ഇൻ ടു ഇറ്റ്സ് കോമ്പൗണ്ട് ബൈ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ, മോയിസ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്തുകൊണ്ട് മങ്ങുന്നു? അതിന്റെ ഉത്തരമാണ് പറയണത്. സോഡിയം റിയാക്ട് വിത്ത് എന്തൊക്കെയായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഓക്സിജൻ, മോയിസ്ചർ. മോയിസ്ചർ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ അംശം. അതുപോലെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെയായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ വീണ്ടും ഹാവിന്റ് യു. അപ്പോൾ അതൊക്കെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് കേട്ടാ. നമ്മൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത്. എന്തുകൊണ്ട് സോഡിയം അവിടെ അല്ലെ, അതിന്റെ മെറ്റാലിക് ലെസ്റ്റർ അല്ലെങ്കിൽ ആ തിളക്കം, വൈ ഡിഡ് ഇറ്റ് ഫെയ്ഡ്? അതെന്തുകൊണ്ട് ഫെയ്ഡഡ് ആയി? എന്താ കാരണം? ബിക്കോസ് ഇറ്റ്സ് റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ, മോയിസ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹാവന്റ് യു നോട്ടീസ്ഡ് എ ഫ്രഷ് മഗ്നീഷ്യം റിബൺ ലോസിങ് ഇറ്റ്സ് ലെസ്റ്റർ വെൻ കെപ്റ്റ് എക്സ്പോസ്ഡ് ഇൻ ദ എയർ ഫോർ സം ഡേയ്സ്? ഒരു പുതിയ മഗ്നീഷ്യം റിബൺ എടുക്കുക, എന്നിട്ട് വായുവിൽ വെറുതെ തുറന്നു വെക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ റിബണിന്റെ തിളക്കം ഇല്ലാതെയായി കാണാം. എന്താ കാരണം? അതും ഇതന്നെ കാരണം. എന്താ? മഗ്നീഷ്യം റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ. മഗ്നീഷ്യൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്തു? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. ഇതാ റിയാക്ഷൻ ഇതാ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടാ. Mg പ്ലസ് എന്താ? O2. Mg അല്ലേ? അപ്പോ ഗ്യൂസ് എന്താ വരിക? 2 അല്ലേ? MgO. അപ്പോ Mg 2 ഇലക്ട്രോണിന് കൊടുക്കുന്ന ആളാണ് ഓക്സിജൻ. അപ്പൊ ഇവിടെ 2 Mg. അതിനെ എവിടെ തന്നുള്ളവര്? 2 Mg പ്ലസ് O2 ഗ്യൂസ് എത്ര? 2 MgO അല്ലേ? അതിന്റെ ഇക്വേഷൻ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആ ബുക്കിൽ എഴുതി വെക്കാം. 2 Mg പ്ലസ് O2 ഗ്യൂസ് എത്രയാ? 2 MgO. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അത് ഇനി വീണ്ടും ബാക്കിയുള്ളവർക്ക് പോകട്ടെ. ഞാൻ നോക്കാം. It can be seen that the luster of aluminum vessel diminishes as time passes by. ഇത് ഞാൻ പറഞ്ഞു. അലുമിനിയം പാത്രങ്ങള് സമയം കഴിയും തോറും അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. ഇൻ കേസ് ഓഫ് കോപ്പർ വെസൽ ഇറ്റ് ടേക്ക് മന്ത്സ്. അതേസമയം കോപ്പർ വെസലിന് കൂടുതൽ സമയമെടുക്കുന്നു തിളക്കം നഷ്ടപ്പെടാൻ. ലോസ് ഓഫ് ലെസ്റ്റർ ബൈ ഫോർമേഷൻ ഓഫ് വെർഡിഗ്രീസ്.
ക്ലാവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംഗ്ലീഷിൽ എന്താ വിളിക്കുക നമ്മൾ? verdigris. Does the shining of gold fade even after a long time? ഇതാ നിങ്ങളോട് ചോദിക്കുക. ഗോൾഡിന്റെ ഷൈനിങ് ഇതുപോലെ നഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം. നഷ്ടപ്പെടുമോ? എന്തുകൊണ്ടാണ് നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സ്വർണം ഉപയോഗിക്കുന്നതിന്റെ കാരണം? 2 കാരണങ്ങളുണ്ട്. സ്വർണമല്ലാത്ത ഒരു മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെ, ഗ്യാരണ്ടി ആഭരണങ്ങളൊക്കെ ഇടുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, എപ്പോഴും അവർ ചൊറിഞ്ഞുകൊണ്ട് നടക്കും. ഗ്യാരണ്ടി ഉള്ള ഒരാൾ ധരിച്ചിരിക്കുന്ന ആഭരണം ഗ്യാരണ്ടിയുടെ ആഭരണമാണോ എന്ന് അറിയാൻ അയാളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ചു നേരം കഴിയുമ്പോൾ കാണാൻ അയാളൊന്ന് മാന്തും എവിടെയെങ്കിലുമൊക്കെ ഒന്ന്. അപ്പോ സംശയിക്കണ്ട, കേട്ടില്ലേ? ഇനി അത് കാരണം അത് റിയാക്ഷൻ നടക്കുകയാണ് അവിടെ. നമ്മുടെ ശരീരത്തിലെ വിയർപ്പുമായിട്ട് ആ മെറ്റലിന് റിയാക്ഷൻ നടക്കും, വായുവുമായിട്ട് മെറ്റലിന് റിയാക്ഷൻ നടക്കും. ഇങ്ങനെ റിയാക്ഷൻ ഒന്നും നടക്കാത്ത മെറ്റലാണ് ഏത്? ഗോൾഡ്. ഗോൾഡ് ധരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പിന്നെ ഗോൾഡ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ. പിന്നെ മറ്റൊന്ന്, അത് പിന്നെ കാണാനും ഭംഗിയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ തിളക്കം എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. ഇനി ഇതാ ഇവിടെ ഒരു ചോദ്യം. വിച്ച് മെറ്റൽ എമംഗ് മഗ്നീഷ്യം, കോപ്പർ, ഗോൾഡ്, സോഡിയം ആൻഡ് അലുമിനിയം ലോസസ് ഇറ്റ്സ് ലെസ്റ്റർ അറ്റ് എ ഫാസ്റ്റർ റേറ്റ്? എളുപ്പത്തിൽ തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം. മഗ്നീഷ്യം, കോപ്പർ, ഗോൾഡ്, സോഡിയം. ഇതില് ഏറ്റവും എളുപ്പത്തിൽ നഷ്ടപ്പെടുന്നത് ഏതാ? സോഡിയം. നമുക്കിതറിയാൻ അല്ലേ, ആദ്യം ഞാൻ നിങ്ങളോട് ഇതിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇനി ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ വെറുതെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി എന്നത് പറഞ്ഞു റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ഏതാ? ഈ പറഞ്ഞ കൂട്ടത്തില് സോഡിയം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ ഗോൾഡ്, അല്ലെ? മഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ കോപ്പർ, അത് കഴിഞ്ഞാൽ ഗോൾഡ്, അല്ല സോറി, അതിന്റെ ഇടയിൽ അലുമിനിയം ഇല്ലേ? അലുമിനിയം പറഞ്ഞില്ല. മഗ്നീഷ്യം കഴിഞ്ഞ അലുമിനിയം കഴിഞ്ഞിട്ടാണ് ഏത്? കോപ്പർ, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഗോൾഡ്. അപ്പൊ ലിസ്റ്റ് ദ എബവ് മെറ്റൽസ്. ഞാനത് പറയിക്കാൻ കാരണം അടുത്ത ചോദ്യം അതാണ്. ലിസ്റ്റ് ദ എബവ് മെറ്റൽസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഏത് എഴുതും? ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയത് ആദ്യം എഴുതണം, അതിനെക്കാട്ടും കുറഞ്ഞത് രണ്ടാമത് എഴുതണം. അപ്പൊ ഏറ്റവും ആദ്യം ഏത് എഴുതും? സോഡിയം. എഴുതിക്കൂടെ? അപ്പൊ അത് എഴുതൂ. സോഡിയം, പിന്നെ ഏതാ? മഗ്നീഷ്യം, അലുമിനിയം, കോപ്പർ, ഗോൾഡ്. ഇനി അടുത്ത ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തുട്ടാ? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് നേർപ്പിച്ച ആസിഡ് എടുക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. നേർപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്തത്. എന്നിട്ട് അതിൽ കുറച്ച് ഏതെങ്കിലും ഒരു മെറ്റൽ, സാധാരണ മഗ്നീഷ്യം റിബണോ അങ്ങനെയൊക്കെ ഇടാനാണ് പറയാം. അത് പൊട്ടിച്ച് അതിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളോട് പറയാണ് ആ ടെസ്റ്റ് ട്യൂബിന്റെ വായ ഭാഗത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉറച്ച് കത്തിച്ച് കാണിക്കാൻ പറയാം. അപ്പോ തീപ്പെട്ടിക്കൊള്ളി ഉറച്ച് കത്തിച്ച് കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പഠിച്ചിട്ടില്ല? എന്താ കേട്ടില്ല? ഒരു പോപ്പ് ശബ്ദത്തോട് കൂടിയിട്ട് കാണാം തീ കത്തുന്നു. ടേ എന്ന് പറയുന്ന ഒരു ശബ്ദത്തോട് കൂടിയിട്ട്. എന്താ കാരണം? അതിൽ നിന്ന് ഒരു വാതകം വന്നു. ഏത് വാതകം? ഹൈഡ്രജൻ. അതായത് സാധാരണ ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച്, എല്ലാ ലോഹങ്ങളും അതെ ആസിഡുമായി പ്രവർത്തിച്ച് പുറത്തേക്ക് ഉണ്ടാക്കുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജലവുമായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഏകദേശം. അപ്പൊ ആ പരീക്ഷണമാണ് ഇനി വീണ്ടും പറയണത്. ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കൂ. Reaction of metals with acid. Usually metal react with dilute HCl and produce hydrogen.
വെള്ളം ചേർത്ത HCl മെറ്റൽ പ്രവർത്തിക്കും, ഹൈഡ്രജൻ ഉണ്ടാക്കും. The way in which the metals like Mg, Pb, Zn, Fe and Cu എന്ന് വെച്ചാൽ അല്ലേ ചില മെറ്റൽസിന്റെ പേരൂടെ തന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളോട് പറയാണ് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇടാനായിട്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ HCl അതിലൊഴിച്ചു വെച്ചിട്ടുണ്ട്, നേർപ്പിച്ചതാണ്. കണ്ടില്ലേ? കാണാല്ലേ? ചിത്രം കാണാല്ലേ? കണ്ടാ? നിങ്ങളെല്ലാവരും കണ്ടാ ചിത്രം? 5 ടെസ്റ്റ് ട്യൂബുകൾ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഈ 5 ടെസ്റ്റ് ട്യൂബുകളിൽ യഥാക്രമം Fe അതായത് ഇരുമ്പ്, Mg കോപ്പർ, അതുപോലെ Pb ലെഡ് അല്ലേ, സിങ്ക്, ഇതൊക്കെ നമ്മളോട് അതിലിട്ട് വെച്ചേർക്കാണ്. അപ്പോ അതിട്ടപ്പോ ശ്രദ്ധിക്കൂ, ടെസ്റ്റ് ട്യൂബുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ നോക്കുമ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എല്ലാ ടെസ്റ്റ് ട്യൂബിലും നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ ധാരാളം കുമിളകൾ കാണുന്നു അല്ലേ? കാണാല്ലേ? ഏത് ടെസ്റ്റ് ട്യൂബിലാ? Mg. എന്താണ് ആ കുമിളകള് സൂചിപ്പിക്കുന്നത്? ഹൈഡ്രജൻ. അതായത് Mg HCl പ്രവർത്തിച്ച് കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതല്ല അതിന്റെ അർത്ഥം. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് പരീക്ഷണം അവര് കാണിച്ചെന്നുണ്ട്. എന്നാൽ തീരെ ഹൈഡ്രജൻ ഉണ്ടാകാത്ത ഒരു മെറ്റലും ഉണ്ട് അതിൽ. ഏതാത്? കോപ്പർ. ആ കുമിളയുടെ അടിസ്ഥാനത്തിൽ അതിനെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഏതാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്? അങ്ങനെ പറയാൻ പറ്റുമോ? ഏതാ ഏറ്റവും കൂടുതൽ? ഏതാ? മഗ്നീഷ്യം. പിന്നെയോ സെക്കൻഡോ? സിങ്ക്. പിന്നെയോ അയൺ. പിന്നെയോ ലെഡ്. പിന്നെ അപ്പൊ നമ്മുടെ സീരീസ് നമ്മൾ വീണ്ടും 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 പറഞ്ഞു ഉറപ്പിക്കുകയാണ് കേട്ടാ. കേട്ടാ? ഇനി അപ്പൊ ഈ എക്സ്പീരിയൻസിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, എക്സ്പെരിമെന്റിൽ നിന്നെല്ലാം മെറ്റൽസ് ഡിഫർ ഇൻ ദയർ റിയാക്ടിവിറ്റി. ആ ബുക്കിൽ നോക്കൂ, മെറ്റൽസ് എല്ലാത്തിനും റിയാക്ടിവിറ്റിയുടെ കാര്യത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എല്ലാ മെറ്റൽസും ഒരേപോലെയാണോ റിയാക്ഷൻ? അല്ല. The series obtained by arranging some of the metals in the decreasing order of their reactivity is given in table 3.2. നമ്മൾ പറഞ്ഞതാ. This is known as, ആ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താകുന്നു? റിയാക്ടിവിറ്റി സീരീസ്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് പഠിക്കാട്ടാ. ടെക്സ്റ്റ് ഞാനിപ്പോ ഈ വായിച്ചു തരണത് അതിന്ന് ആ പോയിന്റുകളൊക്കെ ഇരുന്ന് പഠിക്കാൻ നന്നായിട്ട്. ആ വർക്കൊക്കെ ഒപ്പം ചെയ്ത് വേറെ നമുക്ക് നോട്ട്, വേറെ ഗൈഡൊന്നും നിങ്ങൾ പോകരുത് കേട്ടാ. ലോഡ് കൂടും, നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടും, നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല, പണി ഇതാവും, അവസാനം ടെൻഷനാവും വെറുതെ. നോട്ട് ദാറ്റ് ഹൈഡ്രജൻ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി സീരീസ് ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസൺ. അപ്പോ റിയാക്ടിവിറ്റി സീരീസിലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിൽ നിന്ന് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിലേക്ക് മെറ്റലുകളെ എഴുതിയിരിക്കുന്ന ഒന്നാണ് റിയാക്ടിവിറ്റി സീരീസ്. എന്തിനെ എഴുതിയിരിക്കുന്നതാണ്? പക്ഷേ അതിന്റെ ഇടയിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. ഹൈഡ്രജൻ മെറ്റലാണോ? അപ്പൊ എന്തിനാണ് ഹൈഡ്രജൻ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ നടത്താൻ വേണ്ടി നമ്മൾ, അതായത് ഒരു സ്കെയിലിന് അല്ലെ, നമ്മൾ അളവുകൾ എടുത്തു തുടങ്ങുമ്പോൾ അളവുകൾക്ക് ഒരു തുടക്കം വേണമല്ലോ. ആ തുടക്കം പോലെ ഒരു സ്കെയിലിൽ അളവ് തുടങ്ങുമ്പോൾ നമ്മൾ 0 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് പോലെ ഇവിടെ ഒരു തുടക്കമാണ് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജന്റെ മുകളിലുള്ളത് ഹൈഡ്രജന് താഴെയുള്ളത്, അങ്ങനെ നമ്മൾ എടുക്കുക. മനസ്സിലായോ? അതായത് ഇപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി സീരീസില് HCl നമ്മൾ പ്രവർത്തിപ്പിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് അവര് പറയുന്നുണ്ട് റിയാക്ട് വിത്ത് HCl ആൻഡ് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. കണ്ടാ? HCl ഓരോ മെറ്റൽസും ഇട്ടപ്പോൾ ഏതൊക്കെ മെറ്റൽസ് ഇടാം? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, പിന്നെ നിക്കൽ, ടിൻ, ലെഡ്, ഈ പറയുന്ന ഇത്യാദി ലോഹങ്ങൾ HCl ഇട്ടാൽ, ഡൈല്യൂട്ട് ചെയ്ത ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടാൽ
അത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അവിടെ നിന്ന് ഇറക്കി വിടും, എന്നിട്ട് പകരം ഈ മെറ്റൽ അവിടെ കയറിയിരിക്കുന്ന പറയണത്. ഇനിയോ കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നീ ലോഹങ്ങൾ ഇട്ടാലോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമ്മൾ നടത്തിയ പരീക്ഷണത്തിൽ കോപ്പർ ഇട്ടപ്പോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ദാ ഈ വാചകം ഞാൻ ഒന്നുകൂടി പറയാട്ടാ. എന്താ? നോട്ട് ദാറ്റ്. കണ്ട ലാസ്റ്റ് വാചകം അത് പഠിക്കണട്ടാ, പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളത് അത്. നോട്ട് ദാറ്റ് ഹൈഡ്രജൻ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി സീരീസ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, വൈ ഹൈഡ്രജൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ റിയാക്ടിവിറ്റി സീരീസ്. എന്തിനാ? ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസൺ ഓഫ് കെമിക്കൽ റിയാക്ടിവിറ്റി. അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം. എന്തിനാ? ഫോർ ദ സേക്ക് ഓഫ് കമ്പാരിസൺ, കമ്പയർ ചെയ്യാൻ. അതായത് ഒരു മെറ്റലിനെ നമ്മൾ റിയാക്ടിവിറ്റി കുറിച്ച് പറയണം, ഒരു മെറ്റൽ എടുത്തിട്ട് റിയാക്ടിവിറ്റിയെ കുറിച്ച് പറയാണ്. അപ്പൊ നമ്മൾ പറയുക അത് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതാണ്. ഇനി അതല്ല, വേറൊരു മെറ്റലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും തയ്യാറല്ലേ? കിട്ടുന്ന ആൾക്കാരും കിട്ടാത്ത ആൾക്കാരും ഇനി തെറ്റാണെന്നും വിചാരിക്കേണ്ട, പറഞ്ഞു. ഞാൻ പറയണേ, എക്സ് എന്ന് പറയുന്ന ഒരു മൂലകം, എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റൽ, അത് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതാണ്. വൈ എന്ന് പറയുന്ന മറ്റൊരു മെറ്റൽ, അത് ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന മെറ്റലും വൈ എന്ന് പറയുന്ന മെറ്റലും തമ്മിൽ റിയാക്ടിവിറ്റിയുടെ കാര്യത്തിൽ കമ്പയർ ചെയ്താൽ ഏതിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും. മനസ്സിലായില്ലല്ലോ? വേണ്ട, മനസ്സിലായില്ലല്ലോ. അതായത് നമ്മള് ഈ വാചകം പറയുമ്പോ അതിന്റെ പിന്നാലെ പോരണൊപ്പം അവിടേക്ക് ഇവിടേക്ക് ശ്രദ്ധിക്കുമ്പോ പോവുന്നത് നോക്കൂ. എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയത്, വൈ എന്ന് പറയുന്ന ഒരു മെറ്റൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞത്. ഇനി എക്സും വൈയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി ഏതിനായിരിക്കും കൂടുതൽ? സിമ്പിൾ ചോദ്യമല്ലേ. ഏതിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ? എക്സിനായിരിക്കും. റിയാക്ടിവിറ്റി കുറവ് എന്തിനായിരിക്കും? വൈക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ കുറച്ച് വർക്കൊന്നും ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളെ കൊണ്ട് കേട്ടാ. അതായത് റിയാക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഈ വർക്ക് ലാസ്റ്റ് ചെയ്യിപ്പിക്കാൻ, ഇത് പറഞ്ഞ് കഴിപ്പിച്ചെന്നാ വർക്ക് ലാസ്റ്റ് ചെയ്യിപ്പിക്കാൻ ചിട്ടാ. അപ്പൊ ഇതാ ഇവിടെ നിങ്ങളുടെ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രാമത്തെ പേജിലാ? പേജ് നമ്പർ 52. 52 കാണാം, ഒരു പെട്ടിക്കള്ളി കാണാം. കണ്ടാ? Mg CuSO4 എന്ന് പറയുന്ന ലായനിയിൽ Mg മുക്കിയാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? അതിന് ഉത്തരം അവർ തന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ ചോദ്യം? കണ്ട പെട്ടിക്കള്ളി? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? നടക്കും. അതായത് നടക്കുന്നു, അഥവാ ടേക്ക് പ്ലേസ്. എങ്ങനെ മനസ്സിലായി നടക്കും? അതെ, അതിന്റെ ഉത്തരം സിമ്പിൾ ആണ്. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എടുത്ത് നിർത്തുക. Mg എന്ന് പറയുന്ന മെറ്റലും Cu എന്ന് പറയുന്ന മെറ്റലും നോക്കുക. എവിടെയാണ് Mgയുടെ സ്ഥാനം, എവിടെയാണ് Cuന്റെ സ്ഥാനം? ആരാ മുകളില്? Mg ആണ് മുകളില്, Cu താഴെ. അപ്പോ Mg Cuനെ ഡിസ്പ്ലേസ് ചെയ്യും, ആദേശം ചെയ്യും. അതായത് Mg Cuന്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്ന അല്ലേ? അപ്പൊ ആ സീരീസിൽ നോക്കി അടുത്തതൊക്കെ ഒന്ന് ആൻസർ ചെയ്തേ, ഒന്ന് പറഞ്ഞേ. Ag-യും CuSO4-ഉം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ? നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? സീരീസിൽ നോക്കുമ്പോൾ Ag എവിടെയാ? Ag താഴെയും എന്നാൽ Cu മുകളിലുമാണ്. അപ്പോ റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാ? കോപ്പറിന്. അപ്പോ കോപ്പർ വിട്ടുകൊടുക്കില്ല, Ag-ക്ക് ലഭിക്കില്ല ഇലക്ട്രോണിനെ. അതായത് എന്താണ്
കോപ്പർ സോറി, അതായത് ഇലക്ട്രോണിനെ ആര് വിട്ടുകൊടുക്കില്ല? Ag വിട്ടുകൊടുക്കില്ല. അപ്പൊ CuSO4 വിട്ടു പോവില്ല. ഓക്കെ, പറഞ്ഞു ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ Mgയും ZnSO4 ഡിസ്പ്ലേസ്മെന്റ് നടക്കുമോ നടക്കില്ലേ? നോക്കി പറയൂ, അതിന് നോക്കി പറയാം, എല്ലാവരും നോക്കിക്കോട്ടാ. നടക്കുമോ നടക്കില്ലേ? നടക്കും. അപ്പൊ Mg എവിടെയാ? മുകളില്. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ഇനി MgAgNO3 അതിലോ? നടക്കും. ശരിയല്ലേ? ശരിയല്ലേ? Mg എന്ന് പറയുന്നത് Ag-യേക്കാൾ റിയാക്ടിവിറ്റി കൂടിയതാണ് അല്ലേ? Mg എന്ന് പറയുന്നത് Ag-യേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ. Ag അടിയിലും Mg മുകളിലും അല്ലേ? അല്ലേ? അപ്പൊ അവിടെ വിട്ടു. ഇനി അടുത്തതോ Cu MgSO4 ഇവിടെ റിയാക്ടിവിറ്റി നടക്കുമോ നടക്കില്ലേ? നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? Mg ആണ് മുകളിൽ, Cu താഴെയാണ്. അപ്പൊ Mgക്ക് റിയാക്ടിവിറ്റി കൂടും, Cuവിന് റിയാക്ടിവിറ്റി കുറയും. ശരിയല്ലേ? അപ്പോ ഈ റിയാക്ടിവിറ്റി നടക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതാ ഞാനിവിടെ എഴുതി തന്ന ആദ്യം എഴുതിയ റിയാക്ടിവിറ്റി ഇതൊന്ന് നോട്ട് ബുക്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ നോട്ട് ബുക്ക് പാഠത്തിന്റെ പേരൊന്നും എഴുതിക്കോട്ടാ. ഇങ്ങനത്തെ കുറച്ച് വർക്ക് ചെയ്യാൻ ബുക്ക് വേണ്ടി വരും. ബുക്കില്ലേ കയ്യില്? നമ്മൾ കുറച്ച് വർക്ക് ഒന്ന് ചെയ്യാട്ടോ അവിടെ. അപ്പോ Zn + CuSO4 പ്രവർത്തനം നമ്മൾ ഇവിടെ എഴുതി. ശരിയല്ലേ? കേക്കണ്ട? നോക്കൂ, ഇതില് Zn എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടു. അപ്പൊ Zn-ഉം CuSO4-ഉം തമ്മിലുള്ള പ്രവർത്തനം ഞാനിവിടെ എഴുതി. Zn + CuSO4 gives ZnSO4 + Cu. അങ്ങനെയല്ലേ എഴുതിയത്? ഈ പ്രവർത്തനം യഥാർത്ഥത്തിൽ എന്താണ്? Zn-ൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നു. ആ 2 ഇലക്ട്രോൺ ആർക്ക് കിട്ടുന്നു? കോപ്പറിന് കിട്ടുന്നു. ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോ ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് എഴുതുകയാണ് കേട്ടാ. Zn പ്ലസ് പ്രവർത്തനം ഞാൻ ഒന്നും കൂടി എഴുതുന്നുണ്ട്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ നടന്ന പ്രവർത്തനം. ഇനിയിപ്പോ നമ്മൾ ആണിയും പാത്രം ഒന്നും എഴുതണ്ടല്ലോ, വേണ്ടല്ലോ. Zn + CuSO4 ഈ പ്രവർത്തനം നടക്കുമോ ഇല്ലയോ നോക്കുമ്പോൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കുന്നു. Zn ആണോ Cu ആണോ മുകളിൽ? Zn. അപ്പൊ ഈ പ്രവർത്തനം നടക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കണം നിങ്ങൾക്ക്? എന്ത് നടക്കും? Zn 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. Zn 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുമ്പോൾ Zn-ന്റെ അവസ്ഥ നോക്കുക. Zn എന്ന് പറയുന്നതിൽ നിന്ന് Zn എന്തായിട്ട് മാറി? Zn2+ ആയി മാറി. കാരണം 2 ഇലക്ട്രോൺ പോയി, അത് 2e- എന്ന് പറഞ്ഞു. എന്നാൽ Cu അത് Cu2+ ആണ്. ഇപ്പോ അതെന്തായി മാറി? എന്തായി മാറി? എന്താ പറയൂ? അതായത് Cu2+, സോറി, ഇതിന്റെ കൂടെ ഈ 2 ഇലക്ട്രോൺ ചേരുന്നു. എന്നിട്ടോ 2-. എന്റെ അമ്മ അതാരാ പറഞ്ഞു 2-? പുതിയ സംഗതികളൊന്നും ഉണ്ടാക്കരുത് കേട്ടാ. അതിന്റെ കൂടെ Cu2+ + 2e- അങ്ങനെ ട്ടാ. 2e-, 2e- അല്ല 2e-. എന്നിട്ടോ അപ്പൊ അത് Cu ആയിട്ട് മാറി. അപ്പൊ ഇതെന്ത് പ്രവർത്തനം? ഓക്സിഡേഷൻ. നമ്മൾ എഴുതി, എന്തെന്ന് എഴുതി? ഓക്സിഡേഷൻ. അപ്പൊ ഇതോ റിഡക്ഷൻ.
ഇനി ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒറ്റയടിക്ക് നടക്കുന്നതാണ്. എന്ന് വെച്ചാൽ Zn plus CuSO4 എന്ന് പറയുന്നത് ഒറ്റയടിക്ക്, അതായത് Zn നടക്കുന്നത് Cu നടക്കുന്നത്, ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നതായതുകൊണ്ട് Zn plus CuSO4 എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ZnSO4 plus Cu. ഓക്കെ, എന്തായിട്ട് എഴുതാം? ഇപ്പൊ പറഞ്ഞതാ. Zn-ൽ നിന്ന് 2 ഇലക്ട്രോൺ പോണത് എഴുതിയത് മനസ്സിലായ? ആ 2 ഇലക്ട്രോൺ Cu-ന് കിട്ടണത് മനസ്സിലായ? അപ്പൊ ഇത് ഒരേ സമയം നടക്കുന്ന പ്രവർത്തനമാണ്. എന്താണ് ഒരേ സമയം നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? Zn-ൽ നിന്ന് 2 ഇലക്ട്രോൺ Cu-ന് പോകുന്നതിന്റെ ഒപ്പം Cu ആ സമയം കൊണ്ട്, ആ സമയത്ത് Cu അതിൽ നിന്ന് വേർപ്പെടുന്നു. എന്നിട്ട് Cu-ന്റെ സ്ഥാനത്തേക്ക് ആര് പോകുന്നു? Cu അതിൽ നിന്ന് വേർപ്പെടുന്നു. Cu-വിന്റെ സ്ഥാനത്തേക്ക് ആരെത്തുന്നു? Zn. അപ്പൊ അത് ഒരുമിച്ച് എഴുതാം, ഒരുമിച്ച് നമുക്ക് കാണിക്കാം. എങ്ങനെയത്? Zn plus CuSO4 gives, Zn എന്ന് പറയുന്നത് Cu-ന്റെ സ്ഥാനത്തെത്തി. അപ്പൊ എന്തെഴുതി? ZnSO4. Cu പോയി അവിടുന്ന്, അപ്പൊ പ്ലസ് ഇട്ടിട്ട് Cu. കണ്ടാ? അതായത് ഇവിടെ ഒരേ സമയം ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു, അല്ലേ? ഒരേ സമയം എന്ത് നടന്നു? ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു. എന്താ ഇവിടെ നടന്നത്? ഒരുമിച്ച് നടന്നു. എങ്ങനെ? ഒരുമിച്ച് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു. ഓ, ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയുന്ന പോലെ പറയാൻ പറ്റില്ല അല്ലെ എപ്പോഴും? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നു. എങ്ങനെ? റിയാക്ഷൻ അല്ല, റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സീകരണവും നിരോക്സീകരണവും. എങ്ങനെ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുമ്പോൾ നമ്മൾ അതിനെ പറയും റിഡോക്സ്. റിഡോക്സ് റിയാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. എന്താ പറയാ നമ്മള്? അതായത് റിഡോക്സ് പ്രവർത്തനം അഥവാ റിഡോക്സ് എന്താ പറയുന്ന പേര്? റിഡോക്സ് റിയാക്ഷൻ. എന്താ പറയുന്ന പേര്? ഓക്സിഡേഷനും റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? വേണമെങ്കിൽ ഒന്നുകൂടി പറയണം. ഇത് അടുത്ത ദിവസം ഇത് ഒന്നുകൂടി പറയും. എന്തായാലും ഒരു പ്രാവശ്യം കൂടി പറയും, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും അത്. ഞാൻ ഇന്നിപ്പോ ഈ ഒരു വാക്കും കൂടി അവിടെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് പറഞ്ഞതാ. രാവിലത്തെ ആൾക്കാരോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ തോന്നിയ ബുദ്ധിയാണത്, അത് തോന്നരുത്. മനസ്സിലായില്ലേ? നോക്ക്. അപ്പോ ZnCuSO4 gives ZnSO4 plus Cu gives, സോറി gives അല്ല, എന്തായാലും പേരെന്താ? ഒരുമിച്ച് നടക്കുമ്പോ നമ്മൾ പറയും റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാട്ടാ അടുത്ത ഞാൻ എഴുതാൻ പോവാണ്. നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റുമോ? ഇത് നോക്കൂ, ആദ്യം ഞാൻ ഇവിടെ എഴുതാം Mg plus CuSO4. ഇവിടെ റിയാക്ടിവിറ്റി നടക്കുമോ? ഇതാണ് ചോദ്യം. ഇതാണ് ചോദ്യം കേട്ടാ. ഇത് ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2. ഇവിടെ റിയാക്ടിവിറ്റി നടക്കുമോ? റിയാക്ഷൻ നടക്കുമോ? നടക്കില്ലേ? എന്നാ നിങ്ങളൊന്ന് എഴുതിയതുപോലെ അത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എഴുതാം കേട്ടോ ബോർഡിന്ന്. നന്നായി നോക്കൂ. Ag-യുടെ എഴുതുമ്പോ ഞാൻ ആദ്യം പറയാം കേട്ടാ. Ag-യുടെ എഴുതുമ്പോ Mg plus AgSO4 ആണ്. Mg gives Mg2 plus 2E minus ഓക്സിഡേഷൻ എല്ലാവരും എഴുതി. പക്ഷെ Ag-യുടെ എഴുതുമ്പോ ഞാൻ ഇതൊന്ന് ആദ്യം എഴുതാട്ടാ. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. Ag-യുടെ എഴുതുമ്പോ
Agയുടെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ പറയണത് 1+ ആണ്. അതായത് ഒറ്റ ഇലക്ട്രോണിനെയാണ് Agക്ക് വേണ്ടു അല്ലെങ്കിൽ Agക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ Agയുടെ മുകളിൽ എഴുതുക 1+ എന്നാണ്, അല്ലെങ്കിൽ +1. നോക്കണ്ട, 1+ എന്നാണ് Agയുടെ മുകളിൽ നമ്മൾ എഴുതുക. അപ്പൊ Agയുടെ മുകളിൽ 1+ എഴുതുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോണാണ് വരണത്. 2 ഇലക്ട്രോൺ Agയുടെ കൂടെ വരുമ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ വേണ്ടോടത്തിൽ 2 ഇലക്ട്രോൺ വന്നാൽ ശരിയാവില്ല. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി ഇതിന്റെ മുൻപിൽ ഒരു 2 നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആക്കുമ്പോൾ എന്ത് വരും? ഇതിപ്പോ എന്തായി? 2Ag, 2 ആറ്റമായി മാറി. Ag എന്ന് പറയുന്ന 2 അയോൺ 2 ആറ്റമായി മാറി. അപ്പൊ ഇതിന്റെ പേര് എന്താ? റിഡക്ഷൻ. ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രവർത്തനം റിഡക്ഷൻ. ഇനി നോക്കുക, ഇത് രണ്ടും ഒരുമിച്ച് എഴുതുമ്പോൾ അഞ്ജലി ലജോച്ച് മാഷോട് രണ്ടും ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ ഈ 2ന്റെ കാര്യം ഇവിടെ നോക്കേണ്ട. എന്ത് ചെയ്താൽ മതി? Mg + AgSO4 gives, നമ്മൾ എന്തെഴുതും? MgSO4 + Ag. ഇവിടെ പെട്ടെന്ന് ഒരു 2 എന്ന് എടുത്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ 2 ആക്കേണ്ടി വരും. കേൾക്കണ്ട? ഇവിടെ 2 ആക്കിയാ പിന്നെ SO4ന് 2 കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ആകെ പുരുവാനാവും. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ SO4 ഇട്ടിട്ട് ട്വൈസ് കൊടുക്കണം. SO4 എടുത്ത് അങ്ങനെ കൊടുക്കാട്ടോ, അങ്ങനെ കൊടുക്കാം. അപ്പൊ വേണമെങ്കിൽ എന്താവും? അപ്പൊ ഇതാ ഇങ്ങനെ എഴുതാം. ഒരു മിനിറ്റ്, ഇവിടെ എന്ത് കൊടുക്കാം? 2 അങ്ങനെ എഴുതാം. 2AgSO4 MgSO4 ഇട്ടിട്ട് ഇങ്ങനെ ഇതിനൊരു ട്വൈസ് കൊടുക്കുക. വേണ്ട, അപ്പൊ ഇവിടെ 2Ag. അപ്പൊ ശരിയായില്ലേ? അപ്പൊ അത് അതായത് Mg + 2AgSO4 gives MgSO4 twice plus എന്താ? 2Ag. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പൊ Agയുടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. Agയുടെ സിൽവറിന് മാത്രം തന്നെയാ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ പഠിച്ചാൽ മതി. ടെക്സ്റ്റിലുള്ളത് തന്നെ വരുള്ളൂ. വ്യത്യാസം ഉള്ളതുണ്ടെങ്കിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ എഴുതും. ഇലക്ട്രോനെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി അവർ എഴുതും. പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി അവർ അവിടെ എഴുതും കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട് നമുക്കിതില്, അതും കൂടി അങ്ങോട്ട് എഴുതിയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം കേട്ടോ. ഏതാത്? SO4ന്റെ താഴെ 2 ഉണ്ടല്ലോ, അതല്ലേ ട്വൈസ്. അങ്ങനെ എഴുതിയാൽ ഇത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇക്വേഷൻ ആകെ മാറിപ്പോയില്ലേ. SO4 ട്വൈസ്. ഇവിടെ നമ്മൾ 2 കൊടുത്താൽ ഈ SO4 2 ആയി. പക്ഷെ Mg 2 ആക്കാൻ പറ്റില്ലല്ലോ. Mg ഓൾറെഡി 2 ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്. അപ്പൊ SO4 നമ്മൾ അവിടെ എന്താക്കുന്നു? ട്വൈസ് ആകുന്നു. നോക്കാം, നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലത്തെ നോക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് മാറിപ്പോകും. ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. ഇത് അവിടെ നിന്നിട്ട് തുടങ്ങുന്നുണ്ട്. ഞാൻ വായിക്കാൻ പോവാണ് കേട്ടോ, കണ്ടോളൂ. നോക്കിയാ reactivity series and displacement reaction. Prepare CuSO4 solution in a beaker and dip Zn rod in it. Observe the changes after some time. കോപ്പർ സൾഫേറ്റ് ലായനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളോട് സിങ്ക് റോഡ് താഴ്ത്താനാ പറയണത്. എന്ത് മാറ്റാണ് അതിൽ കാണുന്നത് നോക്കുക. വാട്ട് ഹാപ്പൻ ടു Zn റോഡ്? നമ്മൾ പറഞ്ഞു Zn റോഡ് എന്തായി മാറും? ബിക്കം കോപ്പർ, കളർ ഓഫ് കോപ്പർ, ബിക്കം ദ കളർ ഓഫ് കോപ്പർ. കോപ്പറിന്റെ ചെമ്പിൻ നിറമാകുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്താണ് കാരണം? കാരണം എന്താ? ഇറ്റ് ടേക്ക് കോപ്പർ ആറ്റം ഫ്രം കോപ്പർ സൾഫേറ്റ്, സൊല്യൂഷൻ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ചേഞ്ച് ഇൻ ഇന്റൻസിറ്റി ഓഫ് കളർ ഓഫ് CuSO4 സൊല്യൂഷൻ? CuSO4 സൊല്യൂഷന്റെ കളറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന്?
നമ്മൾ ഇന്ന് പറഞ്ഞു കളറിലെ ആദ്യം എന്താ അതിന്റെ കളറ്? ശരിക്കും അതിന്റെ കളർ ബ്ലൂ ആയിരുന്നു. അതിപ്പോ എന്തായി? അത് ഫെയ്ഡ് ആവും. The blue color of CuSO4 solution is due to presence of Cu2 plus ion. ഇരുമ്പിന്റെ കോപ്പറിന്റെ അയോൺ കാരണമാണ് ബ്ലൂ കളർ വരുന്നത്. When Zn rod is dipped in CuSO4 solution, the Cu2 plus ion in the solution get deposited at Zn rod as Cu atom. ഇതൊക്കെ നമ്മൾ വിവരിച്ചതാണ് കേട്ടാ. ഞാനൊന്ന് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പോകണമെന്നുള്ളൂ. കുഴപ്പമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണണ്ടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനിത് വായിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കണം. അതായത് ഇവിടെ സംഭവിച്ച പ്രവർത്തനമാണ് അവർ പറയുന്നത്. Cu2 പ്ലസ് അയോൺ. എന്താ അതിന് അയോൺ എന്ന് വിളിക്കാനുള്ള കാരണം? ചാർജ് ഉള്ള ആറ്റത്തിനെ നമ്മൾ അയോൺ എന്നാണ് വിളിക്കുക. ആ അയോൺ എന്താകുന്നു? ഡെപ്പോസിറ്റഡ് അറ്റ് Zn റോഡ്. അത് Zn റോഡുമേ, അതായത് സിങ്ക് ആണിയുമേ അല്ലെങ്കിൽ കമ്പിയുമേ അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. Cu ആറ്റം എന്തായിട്ട്? Cu ആറ്റമായിട്ട്, കോപ്പർ ആറ്റമായിട്ട്. അതായത് Cu2 പ്ലസ് അല്ല Cu എന്ന് പറയുന്നത്, രണ്ടും രണ്ടാണ്. Cu2 പ്ലസ് എന്ന് പറഞ്ഞാൽ അത് അയോണാണ്. Cu എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആറ്റമാണ്. മനസ്സിലായ? ഇനി ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ ഇസ് ഗിവൻ ബിലോ. നമ്മൾ എഴുതിയതാണ്. ഓക്കെ, വിച്ച് ഈസ് ദ മെറ്റൽ ദാറ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് ഹിയർ. ഇവിടെ ഡിസ്പ്ലേസ് ചെയ്ത മെറ്റൽ ഏതാണ്? ഏതാ ഡിസ്പ്ലേസ് ചെയ്ത മെറ്റൽ? കോപ്പർ അല്ലെ? Cu. വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, Zn or Cu? ഏതാ മോർ റിയാക്റ്റീവ്? Zn. ഒക്കെ എഴുതിക്കോട്ടാ. ആദ്യത്തെ ഇതിന്റെ ഏതാ പറഞ്ഞ നമ്മള്? കോപ്പർ. പിന്നത്തെ ഇതിന്റെ ഏതാ പറഞ്ഞ നമ്മള്? Zn. പിന്നെ എന്താ? On the basis of position of Zn and Cu in reactivity series, can you explain why Cu had been displaced? എന്തുകൊണ്ട് Cu ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു എന്നാണ് ചോദ്യം. എന്താണ് റിയാക്ടിവിറ്റി സീരീസിൽ അതിന്റെ സ്ഥാനത്തെ ആശ്രയിച്ച് നമ്മൾ എങ്ങനെ വിശദീകരിക്കും? Zn is highly reactive or more reactive than Cu. So Zn give electron to Cu and Cu become atom. Zn will join with or എന്താണ് came with ഏതുമായിട്ടാ ചെന്ന് ചേരണത്? SO4. അത്രയും ഉള്ളതിന് അതിനുള്ള ഉത്തരം കേട്ടാ. ഓക്കെ, എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മുടെ ഭാഷയിൽ നമുക്ക് എന്താ മനസ്സിലായി വെച്ചാൽ അത് എഴുതുക, വേറൊന്നുമില്ല. Isn't it due to higher reactivity of zinc when compared to copper? കണ്ട, അവരെന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ട, സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ് കോപ്പറിനേക്കാൾ. അതാണ് കാരണം. അപ്പോ സിങ്ക് ഇലക്ട്രോണിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നു, ആ ഇലക്ട്രോണിനെ കോപ്പർ സ്വീകരിക്കുന്നു. അങ്ങനെ കോപ്പർ എന്ന് പറയുന്ന അയോൺ ആറ്റമാകുന്നു. ഈ കോപ്പർ ആറ്റം സിങ്കുമേ വന്ന് പറ്റിപ്പിടിക്കുന്നു. സിങ്കിന്റെ അയോൺ, സിങ്ക് ആ സമയം അയോണായി മാറുന്ന സിങ്ക് സൾഫറിന്റെ കൂടെ ചെന്ന് ചേരും. ഇനി let us rewrite the above equation in showing a nature of ion. അയോണിന്റെ രൂപത്തിൽ നമ്മൾ എഴുതിയാൽ കണ്ട, Zn എന്ന് പറയുന്നതിന്റെ മുകളിൽ അവരൊരു 0 ഇട്ടുണ്ട്. എന്താ 0 ഇട്ടതിന്റെ അർത്ഥം? അതിനെന്തില്ല? ചാർജ് ഇല്ല. ചാർജ് ഇല്ല. Cuന്റെ മുകളിൽ അവര് 2+ ഇട്ടു. എന്താ കാരണം? ചാർജ് ഉണ്ട്. SO4ന്റെ മുകളിൽ അതെ 2- ഇട്ടു. എന്താ കാരണം? നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ Zn 2+ SO4. പിന്നെ അടുത്ത് എഴുതിയപ്പോ സിങ്കിന് ചാർജ് വന്നു, കോപ്പറിന് ചാർജ് ഇല്ല. കണ്ട, കോപ്പറിന്റെ മുകളിൽ 0. അപ്പൊ ഇത് സംഭവിച്ചത് എങ്ങനെയാ? Zn കയ്യിൽ നിന്നും ഇലക്ട്രോൺ പോയി. അത് കാണിച്ചിരിക്കുന്നു, നോക്കൂ. Zn 2++ 2e- ഒക്കെ നമ്മൾ എഴുതിയതാണ് കേട്ടാ. അതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ പറയാ. Is this reaction oxidation or reduction? എന്താണിത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് പറഞ്ഞോ. ഓക്സിഡേഷൻ. ഇത് പ്രത്യേകം പഠിക്കണം കേട്ടോ, ഈ ഓക്സിഡേഷനും റിഡക്ഷനും. നാളെ നമ്മൾ അതിന്റെ പരിപാടികളാണ്. നാളത്തോട് കൂടി ഈ പാഠം ഏതാണ്ട് സമാപിക്കും നമ്മൾ നാളെ. ഇന്നത്തെ കാര്യം നല്ല തറവായിരിക്കണം, നാളെ ചോദിക്കുമ്പോ കിട്ടണം കേട്ടാ. കേൾക്കണ്ട? ഇന്നത്തെ കാര്യങ്ങളിൽ സംശയം പാടില്ല. ഞാനിപ്പോ ഇത് രണ്ടാമത് ആദ്യം പൂജ്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഭാഗമാണ് ബേസ്.
ഇത് തറവായാൽ നാളത്തെയും മറ്റന്നാളത്തെയും കാര്യം നമുക്ക് നാളത്തെ കാര്യം നാളെ മിക്കവാറും ഇത് അവസാനിപ്പിക്കും. നമ്മൾ അവസാനിപ്പിച്ച മെയിൻ സംഗതി അവസാനിക്കും കേട്ടാ. കാര്യം ക്ലിക്ക് ആകല് നാളെയാണ്. ആ ക്ലിക്ക് ആകല് നാളെ ക്ലിക്ക് ആക്കണമെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ ആവണം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ? അപ്പൊ റിയാക്ഷന്റെ പേരെന്താ? രണ്ടാമത് പറഞ്ഞത് ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് ഇൻ സിയു. സിയുവിൽ വന്ന മാറ്റം എന്താ? അത് പറഞ്ഞൂല്ലേ? അതിൽ നടന്നത് റിഡക്ഷൻ അല്ലേ? അപ്പോ ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് റിഡോക്സ് എന്നാണ്. അതിന് വിളിക്കുന്ന പേരെന്താ? റിഡോക്സ്. എന്നാ വിളിക്കുന്ന പേര്? റിഡോക്സ്. അതായത് ഒരുമിച്ച് റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുമ്പോൾ അതിനെ റിഡോക്സ് എന്ന് പറയും. Zn is oxidized and Cu2+ is reduced. That is, oxidation and reduction take place simultaneously. Isn't this a redox process? ഇതൊരു റിഡോക്സ് പ്രോസസ് അല്ലേ എന്നാണ് ചോദ്യം. അല്ലേ? റിഡോക്സ് അല്ലേ? A copper plate is immersed AgNO3. ഇനി ഇതാ Agയുടെ ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് കണ്ടാ. ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ മറ്റേ ചെയ്ത്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഈ Agയുടെ പ്രത്യേകം. A copper plate is immersed in AgNO3 solution. Gets a layer of Ag deposited on its surface. Examine the equation of chemical reaction. ഇതേപോലെ AgNO3 സൊല്യൂഷനിൽ കോപ്പർ പ്ലേറ്റ് മുക്കിയപ്പോൾ കോപ്പർ പ്ലേറ്റ് Ag വെള്ളി പ്ലേറ്റ് ആയി. ചെമ്പ് തകിട് എന്തായി? വെള്ളിത്തകിടായി മാറി. കണ്ടാ ആ പ്രവർത്തനം നോക്കൂ. 2AgNO3 കണ്ടാ. Agയുടെ മുൻപിൽ ഒരു 2 വന്നു. എന്താ കാരണം? AgNO3 plus Cu gives എന്തായി? CuNO3 twice 2Ag. ഇനി explain this process on the basis of reactivity series. നമ്മൾ നേരത്തെ എഴുതിയതിൽ SO4 അല്ലേ എഴുതിയത്? SO4 ഇട്ടിട്ടുണ്ടാ ശരിക്കും ഇതിൽ Agയുടെ? മിനിറ്റ് കേട്ടാ. SO4 Agയുടെ കൂടെ SO4 ചേരുന്നില്ല കേട്ടാ. നമ്മൾ എഴുതി തന്നതിൽ SO4 അല്ല എഴുതിയത്. SO4 ചേരുന്നില്ല. അത് വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. Agയും SO4ഉം തമ്മിൽ ചേർന്നാൽ ശരിയാവില്ല. Agയുടെ കൂടെ ഏതാണ്? NO3 ഇട്ടിട്ട് ഇത് മാത്രം ഇത് എഴുതിയാൽ മതി കേട്ടോ. അതിന് പകരം ഇത് എഴുതി വയ്ക്കോ അവിടെ കേട്ടാ. അത് ഞാൻ നേരത്തെ ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് ചെയ്തു പോയി. ഞാൻ ആലോചിച്ചില്ല അത് ഉണ്ടാ. AgNO3 എന്ന് പറയുന്നത് Agയുടെ കൂടെ SO4 വേണ്ട. എന്തിട്ട് ചെയ്താൽ മതി നിങ്ങള്? NO3 ഇട്ടാ. ഈ സാധനം ഒന്ന് എഴുതി വയ്ക്കോ പകരം. അതായത് 2AgNO3 plus Cu gives എന്താ? CuNO3 twice plus 2Ag. അപ്പൊ അത് SO4 ആക്കിയ വേറൊരു കുഴപ്പമുണ്ട് അവിടെ. അത് ഇക്വേഷൻ കറക്റ്റ് ആവില്ല, കംപ്ലീറ്റ് ആവില്ല. അത് കേൾക്കണ്ട? അത് തെറ്റാണ്. അത് ഇക്വേഷൻ തെറ്റാത്. അത് ഞാനത് നേരത്തെ അത് ആലോചിച്ചില്ല. അത് അങ്ങനെ തന്നെ എഴുതിയതാണത് കേട്ടാ. അതൊന്ന് മാറ്റിക്കോളൂ. വെട്ടിക്കളഞ്ഞു. അത് നല്ലത്. ഇത് മാത്രം മതി നമുക്ക്. ഇത് തന്നെയാണ് അവിടെയും തന്നുള്ളത്. AgNO3 Mgയും AgNO3 ആണത്. Mg വെച്ചിട്ടൊന്ന് എഴുതുക നമുക്ക്. അത് നിങ്ങൾ എഴുതിയാൽ മതി, വീട്ടിൽ നിന്ന് എഴുതിയാൽ മതി. ഇതും എഴുതണം, Mg വെച്ചിട്ടുള്ളത് എഴുതണം കേട്ടാ. ഓക്കെ, ഞാൻ അത് അവസാനിപ്പിക്കുക. കംപ്ലീറ്റ് ദിസ് കെമിക്കൽ ഇക്വേഷൻ by assigning oxidation number. Which ion is responsible for changing in color of AgNO3 solution to blue after some time? അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AgNO3 സൊല്യൂഷൻ ആദ്യം കളർലെസ് ആയിരുന്നു. അത് പിന്നെ ബ്ലൂ കളറായി മാറി. എന്തായിരിക്കും കാരണം? കോപ്പർ അതിൽ ചേർന്നു. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഇനി വീണ്ടും റൈറ്റ് ദ ഇക്വേഷൻ ഓൺ ഷോവിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇവിടെ എന്താ വരിക? AgNO3യുടെ ഓക്സിഡേഷൻ എന്താ വരിക? അതൊന്നും എഴുതി പോകും. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് Cu2+.
Cu gives Cu2 plus 2 minus അങ്ങനല്ലേ? Cu gives Cu2 plus 2 minus അത് എഴുതും. ഞാൻ ബോർഡും എഴുതണ വേണ്ട. റിഡക്ഷനോ? AG എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. 2AG പ്ലസ് അങ്ങനെ എഴുതാം. 2AG plus 2E minus gives 2AG അങ്ങനെ എഴുതണം. ഓക്കെ, അങ്ങനെയാണ്. 1E മൈനസ് എഴുതിയ കുഴപ്പമില്ല, അത് ശരിയാ. ഇനിയിപ്പോ AG plus 1E മൈനസ് അപ്പൊ AG 1 പ്ലസ് എഴുതിയിട്ട് പ്ലസ് 1E മൈനസ് ഗിവ്സ് എന്താ AG എന്ന് എഴുതിയാലും ശരിയാ, അതും റെഡിയാ. അങ്ങനെയാണോ സ്കൂളിൽ എഴുതിയെന്നുള്ളത്? ഇതെടുത്തിട്ടുണ്ടോ? സ്കൂളിൽ എടുത്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ മെറ്റൽസ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി displays the metal having less reactivity from their salt solution. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച ഭാഗാട്ടത് കണ്ട. അതിലേക്ക് നമ്മൾ വീണ്ടും എത്തി. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലവണലായിനിൽ നിന്ന് ആദേശം ചെയ്യുന്നു. Such chemical reactions are known as displacement reaction. അത്തരം കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എന്ന് പറയുന്നു റിയാക്ഷൻ എന്ന് പറയുന്നു. Metals with higher reactivity get oxidized and those with lesser reactivity get. അപ്പോ ഹൈ റിയാക്ടിവിറ്റി ഉള്ളത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ഓക്സിഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. മറ്റേതോ ഗെറ്റ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് ലഭിക്കുക. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആർ റിഡോക്സ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആകുന്നു? അപ്പൊ ഒന്നുകൂടി പറഞ്ഞ ആ ലാസ്റ്റ് വാചകം, എന്ത് റിയാക്ഷൻ ആകുന്നു? എന്ത് റിയാക്ഷൻ ആകുന്നു? അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്ത് റിയാക്ഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അത് എന്ത് റിയാക്ഷൻ ആകുന്നു? ഓക്കെ ട്ടാ. അപ്പൊ ഇതെന്ന് ചെറിയൊരു മാറ്റം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് ഇതിന്റെ ഒരു വേറൊരു വേർഷൻ. ഓക്കെ, അവിടെയും നമുക്ക് ഓക്സിഡേഷനും പിന്നെന്താ റിഡക്ഷനും ഒക്കെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ശരി, ഗുഡ് ബൈ.